നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ട നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇതോടൊപ്പം തന്നെ വാർത്താ ചാനലുകളിലൂടെ സ്ത്രീത്വത്തെ നിരന്തരമായി അപമാനിക്കുന്നുവെന്ന വനിതാ കമ്മീഷൻ രാഹുൽ ഈശ്വറിനെതിരെ നൽകിയ പരാതിയിലും കേസെടുത്തു. മലപ്പുറം ജില്ലയിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിലാണ് ചെയർമാൻ എം ഷാജർ ഇക്കാര്യം അറിയിച്ചത്. നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെ അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിയായ 19-കാരിയെ ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിലാണ് സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചെയർമാൻ എം ഷാജർ പറഞ്ഞു. ഇവിടെ നിറത്തിന്റെ പേരിൽ വിവാഹശേഷം ഭർത്താവ് നിരന്തരമായി അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി നവവധു ആത്മഹത്യ ചെയ്ത സംഭവം ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വിഷയത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചുകൂടാത്ത ഒന്നാണ്. താരതമ്യേന ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ ഒരു പുരോഗമനപരമായ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹ്യപരമായ മുന്നേറ്റത്തിന്റെയും എല്ലാം ഭാഗമായി പഴയ കാലത്തൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഇത്തരം ചില അപഹാസ്യകരമായ പെരുമാറ്റങ്ങൾ പൊതുവിൽ കുറഞ്ഞു വന്നൊരു സാഹചര്യമാണ്. അത്തരം സാഹചര്യത്തിലും പെൺകുട്ടികൾ ഇത്തരം ചില സംഭവങ്ങളിൽ അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് ഗൗരവമാണ്. പരിഷ്കൃത സമൂഹം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെല്ലാം തള്ളിപ്പറയാൻ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഇത്തരം ചില സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഗൗരവമുള്ളതാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 1-2 വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ഗവൺമെന്റ് ഗൗരവമായി ഇടപെടുകയും ശിക്ഷ വാങ്ങി നൽകുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇത്തരം ചില സംഭവങ്ങൾ കേവലം 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഇവിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളതാണ്. അതിൽ രക്ഷിതാക്കളും സമൂഹവും എല്ലാം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇത്തരം വിഷയത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. ഇത് ഈ പെൺകുട്ടിയുടെ വീട് യുവജന കമ്മീഷൻ എന്നുള്ള നിലയിൽ ഇന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീത്വത്തെ നിരന്തരമായി വാർത്താ ചാനലുകളിലൂടെ അപമാനിക്കുകയും സ്ത്രീവിരുദ്ധ പൊതുബോധ നിർമ്മിതിയിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്നതായി ചൂണ്ടിക്കാണിച്ച രാഹുൽ ഈശ്വറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിലും യുവജന കമ്മീഷൻ കേസെടുത്തു. അതിജീവിതകളെ ചാനൽ ചർച്ചയിൽ അപമാനിക്കുന്ന പാനലിസ്റ്റുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ലൈംഗികാതിക്രമം നേരിടുന്നവരെക്കുറിച്ചുള്ള ചർച്ചകളിൽ വ്യക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ സ്ത്രീത്വത്തെ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലിലൂടെയും അധിക്ഷേപിക്കുകയും സ്ത്രീവിരുദ്ധ പൊതുബോധ നിർമ്മിതിയിൽ വലിയ പങ്കുവഹിക്കുകയും ചെയ്യുന്ന രാഹുൽ ഈശ്വർ ഈ ഹണി റോസിന്റെ വിഷയത്തിൽ തുടർച്ചയായി അവിടെ അവഹേളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ദിശ യുവജന കമ്മീഷന് ദിശ എന്ന സംഘടന ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്ത് ഈ പരാതിയിൽ ഇപ്പോൾ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തുടർച്ചയായി സ്ത്രീകൾക്കെതിരായി അധിക്ഷേപം നടത്തുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങളിൽ കൂടിയും മറ്റും നടന്നു വരികയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അക്രമത്തെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കുന്നത് സ്ത്രീ പക്ഷം നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കുമ്പോഴാണ്. പക്ഷെ അവിടെയാണ് ഇതുപോലെ ചിലർ വളരെ തെറ്റായ നിലയിൽ ഒരു തീവ്ര വലതുപക്ഷ ഒരു മാനസികാവസ്ഥ വെച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഇന്നത്തെ ഒരു സമൂഹത്തിൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത നിലയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ സമൂഹത്തിനിടയിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സമൂഹത്തെ മലിനമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ആൾക്കാരെ ഗൗരവമായി തന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി തന്നെ ഈ സമൂഹത്തോട് യുവജന കമ്മീഷൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ ഈ വിഷയത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത്
റിപ്പോർട്ട് തേടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കോട്ടക്കലിലെ ബഡ്സ് സ്കൂളിൽ നിന്നും ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ പുറത്താക്കിയ വിഷയത്തിൽ യുവജന കമ്മീഷൻ ഗൗരവമായി ഇടപെടും. മഞ്ചേരി NSS കോളേജിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ പേരിൽ NCC കാഡറ്റിനെ പുറത്താക്കിയ സംഭവത്തിലും കമ്മീഷൻ വിശദീകരണം തേടി. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ 33 പരാതികളാണ് ലഭിച്ചത്. 16 പരാതികൾ തീർപ്പാക്കി. 17 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ, കമ്മീഷൻ അംഗങ്ങളായ P ഷബീർ, PP രൺദീപ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ, അസിസ്റ്റന്റ് P അഭിഷേക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മലപ്പുറം.